ഈ പുല്ലിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു കുഴി ഉണ്ടെന്ന് ആരെങ്കിലും കണ്ടാൽ പറയൂ. ഇപ്പോഴാണ് സത്യം പറഞ്ഞൊരു വ്യൂ നമുക്ക് കിട്ടിയത്. ഇത്ര നേരം ഫുൾ കോടയൊക്കെ ആയതുകൊണ്ടൊന്നും കാണാൻ പറ്റണ്ടായിരുന്നില്ല. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മധുഗിരി, കർണാടകയിലുള്ള മധുഗിരിയിലേക്ക് ഞാൻ ചെയ്ത ഒരു സോളോ റൈഡ് പ്ലസ് ട്രക്കിംഗ് ആണ്. അപ്പോൾ വെൽക്കം ടു അവർ ചാനൽ. ഒരു ഗ്യാപ്പിന് ശേഷം ഒരു ബൈക്ക് യാത്ര പ്ലാൻ ചെയ്തപ്പോൾ എന്നാൽ പിന്നെ നമ്മളുടെ പഴയ സാധനങ്ങളെല്ലാം ഒന്ന് പൊടി തട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ബൈക്ക് യാത്രയൊക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വണ്ടിയുടെ സ്പെയർ പാർട്സായിട്ട് എടുത്ത് വയ്ക്കാറുണ്ട്. ഈ ക്ലച്ച് കേബിൾ, ആക്സിലേറ്റർ കേബിൾ, സ്പാർക്ക് പ്ലഗ്, അങ്ങനത്തെ എന്തെങ്കിലും വല്ല അത്യാവശ്യമൊക്കെ വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഒരിക്കലും അങ്ങനെ പണി കിട്ടിയിട്ടുള്ളതാണ്. ഈ ചെയിൻ പൊട്ടിയിട്ടൊക്കെ പണി കിട്ടിയതാണ്. അപ്പോൾ ഈ ചെയിനിൻ്റെ കണ്ണിയൊക്കെ കിട്ടാൻ അന്ന് കുറച്ച് പാടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം എപ്പോൾ യാത്ര ചെയ്യുമ്പോഴും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാറുണ്ട്. അപ്പോൾ നമ്മൾ റൈഡ് പോകാൻ പോവാണ് കുറേ നാൾക്ക് ശേഷം. അപ്പോൾ അതിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മളോട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇട്ടുകൊണ്ട് പോകാനുള്ള ജാക്കറ്റ്. കാരണം വെളുപ്പിനെ പോകാനാണ് വിചാരിച്ചേക്കണേ. അപ്പോൾ തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സാധാ ജാക്കറ്റാണ്, ലോക്കലല്ല, ഡെക്കാത്തലോണിൻ്റെ വലിയ ബ്രാൻഡഡ് സാധനമൊന്നുമല്ല. പിന്നെ നമ്മൾ റൈഡ് പോകുമ്പോൾ, ബൈക്കിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഗ്ലൗസ് ഉപയോഗിക്കാറുണ്ട്. പേഴ്സ്, വാച്ചൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മളുടെ ബുള്ളറ്റിൻ്റെ കുറച്ച് സ്പെയർ പാർട്സസ്, കുറച്ചെന്ന് പറഞ്ഞാൽ മറ്റേ ക്ലച്ചിൻ്റെ കേബിളും ആക്സിലേറ്റർ കേബിളും പിന്നെ ഒരു സ്പാർക്ക് പ്ലഗും നമ്മൾ എക്സ്ട്രാ എപ്പോഴും ബൈക്ക് യാത്രയൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇൻ കേസ് വല്ല പണിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അല്ലറ ചില്ലറ പണിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മളെപ്പോഴും ബൈക്ക് യാത്ര ചെയ്യുമ്പോൾ എടുത്ത് വയ്ക്കാറുണ്ട്. പിന്നെ മഴ വന്നാൽ റെയിൻകോട്ട്, കാരണം കഴിഞ്ഞ 2 ദിവസം ഇവിടെ ബാംഗ്ലൂരിൽ ചെറിയ പൊടിമഴയൊക്കെ ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് റെയിൻകോട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 കുപ്പി വെള്ളം എടുക്കുന്നുണ്ട്. കൂടുതൽ വെള്ളം ഇപ്പോൾ തൽക്കാലം എടുക്കുന്നില്ല, കാരണം എല്ലാം കൂടി ചുമന്ന് ട്രക്കിംഗ് ചിലപ്പോൾ പാടായിരിക്കും. അതുകൊണ്ട് തൽക്കാലം 2 കുപ്പി വെള്ളം. കാരണം അധികം സമയം എടുക്കില്ല, 2 മണിക്കൂർ ഇവിടെ നിന്ന് യാത്രയേ ഉള്ളൂ. അരമണിക്കൂറാണ് ട്രക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മതിയാവേണ്ടതാണ്. ഇതിൻ്റെ ബാക്കി നമ്മൾ പുറത്തുനിന്ന് മേടിക്കും. കുട സത്യം പറഞ്ഞ ആവശ്യമില്ല, എന്നാലും ഒരു കുഞ്ഞു കുട ഇരിക്കട്ടെ. തൊപ്പി ആവശ്യമുണ്ട്, ഇൻ കേസ് വെയിലൊക്കെ വന്നാൽ നമുക്ക് എടുക്കാം. ഇത് നമ്മൾ തലയിൽ കെട്ടാനുള്ള സാധനം, ഒരു ടവല്, സോക്സ്, ഈ ബാഗിലാണ് നമ്മളെല്ലാം കൂടി കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പോൾ എല്ലാം കൂടി പാക്ക് ചെയ്തിട്ട് നമുക്ക് കാണാം. പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനം, ഇത് നമ്മളുടെ മൈക്കും, ഒരു ട്രൈപോഡ് സെൽഫി സ്റ്റിക്ക്, ഒരു കുഞ്ഞൊരു എക്സ്ട്രാ ഫോണുണ്ട് ഇൻ കേസ് എന്തെങ്കിലും വലിയ അത്യാവശ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ എടുക്കാനായിട്ട്. പിന്നെ പവർ ബാങ്ക്. യാത്രയൊക്കെ ആകുമ്പോൾ നമുക്ക് ചാർജ് ചെയ്യാനൊക്കെ ചിലപ്പോൾ സ്ഥലം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു ചെറിയ പവർ ബാങ്ക് ഉണ്ടെങ്കിൽ അത് ക്യാരി ചെയ്യുന്നത് നല്ലതാണ്. എമർജൻസി കേസിലൊക്കെ നമുക്ക് ഫോൺ സ്വിച്ച് ഓഫ് ആയിക്കാൻ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങാൻ പോവുകയാണ്. ഇപ്പോൾ സമയം 4:15 പുറത്ത് ചെറിയ തണുപ്പൊക്കെ ഉണ്ട്, എന്നാലും വലിയ കാര്യമായിട്ടില്ല. ജാക്കറ്റൊക്കെ ഇട്ട് നമ്മൾ ഇറങ്ങാണ്. ബൈ ബൈ. അപ്പോൾ നമ്മൾ വണ്ടി നല്ല ഒന്ന് തുടച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെ, അവിടെ റെഡിയാണ്. ഇരുട്ടായതുകൊണ്ടാണ് നല്ല കാര്യമായിട്ട് ക്ലിയർ ആവാത്ത. നമ്മൾ പോവാണ്. നല്ല ക്ലൈമറ്റൊക്കെ ആയതുകൊണ്ട് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പായിട്ട് വന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഏകദേശം 10 കിലോമീറ്ററാണ് നമ്മളുടെ ട്രക്കിങ്ങിന് വേണ്ടിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിക്ക് കോടയുണ്ട്, മഞ്ഞുണ്ട്, അടിപൊളി റൈഡാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. ഇനിയുള്ളത് എങ്ങനെയാണെന്നുള്ളത് ബാക്കി നമുക്ക് എത്തിയിട്ട് പറയാം. ഓക്കെ. അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പുഴയോ എന്താ ഇത്, പുഴയാണെന്ന് തോന്നുന്നത്. പിന്നെ നമ്മൾ മഞ്ഞ് കാരണം ലൈറ്റ് പ്രോപ്പറായിട്ട് കാണാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ്. വേറെ അധികം വണ്ടികളൊന്നുമില്ല. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരു വണ്ടി പുറകിൽ വരുന്നത് കാണുന്നത്. ഓപ്പോസിറ്റ് ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ടായിരുന്നു. ഒരുപാട് ഇൻ ദ സെൻസ്
ഇവിടുത്തെ നാട്ടുകാരൊക്കെ തന്നെ ആയിരിക്കണം. ആടുകളൊക്കെ കൊണ്ട് മറ്റേ പെട്ടിയോട്ടോയിലൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഇതാണ് നമ്മളുടെ മധുഗിരി ട്രക്കിംഗ് പോയിൻറ്റിൻ്റെ എൻട്രൻസ്. ഇന്നത്തെ ദിവസം രജിസ്റ്ററിൽ ആദ്യത്തെ പേര് വന്നിരിക്കുന്നത് എൻ്റെയാണ്. എനിക്ക് ശേഷമാണ് ഈ സ്വിഫ്റ്റുകാരൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ ഇനി കയറാൻ പോകുന്ന സ്ഥലം. എവിടെ ചെന്നാലും പട്ടികളുണ്ടാവുമെന്ന് പറയുന്നതാണ്. ഇവിടെയും പട്ടികൾ വന്നിട്ടുണ്ട്. നമ്മളുടെ വണ്ടി നമ്മളിപ്പോൾ അവിടെ പാർക്ക് ചെയ്തു, സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ആദ്യം തന്നെ ഒരു ചെറിയ ഒരു ചെക്ക് പോസ്റ്റ് അല്ല, ജസ്റ്റ് ഒരു ടേബിളിലൊരു സാർ ഇരിപ്പുണ്ടായിരുന്നു. അവിടെ നമ്മളുടെ ആധാർ കാർഡ് സബ്മിറ്റ് ചെയ്യണം. ആധാർ കാർഡ് വെച്ചിട്ട് അവർ നമ്മളുടെ ആധാർ കാർഡ് നമ്പറും പേര് ഡീറ്റെയിൽസ് എല്ലാം അവിടെ എഴുതിയെടുക്കും. ഇതാണ് നമ്മൾ കയറാൻ പോകുന്ന സ്ഥലം. ആധാർ കാർഡ് ഡീറ്റെയിൽസ് എഴുതിയെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ എപ്പോൾ കയറി തിരിച്ചിറങ്ങിയില്ലേ എന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി. അത് നമ്മളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ഇന്നത്തെ ദിവസം ഫസ്റ്റ് എത്തിയത് ഞാനാണ്. അതിനുശേഷം ആ പുറകിൽ കാണുന്നൊരു സ്വിഫ്റ്റ് കാർ അവരെത്തിയിട്ടുണ്ട്. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് 3 മണിക്കൂറാണ്, അതായത് ഇവിടുത്തെ സാറ് പറഞ്ഞത് 3 മണിക്കൂറാണ് ട്രക്കിംഗ് ടൈം എന്നാണ്. പക്ഷെ എന്നോട് എൻ്റെ കൂട്ടുകാരൻ അരുള് പറഞ്ഞത് അരമണിക്കൂറുള്ളൂ എന്നാണ്. എനിക്കറിയില്ല, നോക്കാം. മേ ബി ഡിപ്പെൻസ്. അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട്. അങ്ങനെ ഭയങ്കര തണുപ്പൊന്നല്ല, എന്നാലും തണുപ്പുണ്ട്. വരുന്ന വഴി മഞ്ഞ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസ് അധികം എടുത്തിട്ടില്ല, കാരണം കൂടുതലും ഇരുട്ടൊക്കെ ആയിരുന്നു. പിന്നെ ഒറ്റപ്പെട്ട കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മളധികം വണ്ടിയൊന്നും നിർത്തിയില്ല. ഇതൊക്കെയാണ് നമ്മളുടെ സ്ഥലങ്ങൾ. ഗൂഗിൾ റിവ്യൂസിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ പാറകൾ വെച്ചിട്ടുള്ള ഇങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്, സ്റ്റെപ്പുകളുണ്ട്, ഇരിക്കാൻ്റെ ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെയുണ്ട്. നമ്മളിപ്പോൾ ഈ വഴിയൊക്കെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. പിന്നെ താഴത്തെ ഞാൻ പറഞ്ഞില്ല, സാറ് പറഞ്ഞത് പാർക്കിംഗ് നമുക്ക് അവിടെ സ്പേസ് ഉണ്ട്. ഹെൽമെറ്റ് ഒന്നുകിൽ നിങ്ങൾ ലോക്ക് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ അവിടെ റൂമിൽ വയ്ക്കാം. ഞാൻ പിന്നെ പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് റൂമിൽ വയ്ക്കാൻ നിന്നില്ല. കുഞ്ഞു സ്റ്റെപ്പ് പോലത്തെ സ്ഥലങ്ങളാട്ടോ. ഇത് ശ്രദ്ധിച്ച് നടക്കേണ്ടതുണ്ട്. ഇത് കണ്ടിട്ട് എനിക്ക് മനസ്സിലായത്, മഴ പെയ്ത് നിൽക്കുന്ന സമയത്ത് ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കണം, തെന്നിടിച്ച് വീഴാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇപ്പോൾ നനവൊന്നുമില്ല, തെന്നലൊന്നും കാണുന്നില്ല. ഇതാണ് നമ്മളുടെ വ്യൂ. അയ്യോ, തണുപ്പിൻ്റെയും കയറ്റം കയറുന്നതിൻ്റെയും ചെറിയൊരു കഥപ്പൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാനാണ് ഇന്നത്തെ ഫസ്റ്റ് എൻട്രി. പിന്നെ സാറ് പറഞ്ഞത് വീക്കെൻഡ് ആയതുകൊണ്ട് ആൾക്കാരുണ്ടാവും. പിന്നെ ആ കാറുകാർ വന്നതിന് മുമ്പ് ഞാൻ എത്തിയതുകൊണ്ട് പുള്ളി പറഞ്ഞു ശ്രദ്ധിച്ചൊക്കെ പോകണം. നമ്മുടെ ഫുൾ വില്ലേജ് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇങ്ങോട്ടേക്ക് വരുന്നവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം വെയിലില്ലാത്ത സമയത്ത് വരാം. കാരണം ഇപ്പോൾ തണുപ്പിൻ്റെ അല്ല വെയിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇത്ര സുഖമായിട്ട് കയറാൻ പറ്റുന്നത്. വെയിലുണ്ടെങ്കിൽ ചത്തു. പിന്നെ സാറ് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ, അതായത് ടിഫിൻ എന്തെങ്കിലും വേണമെങ്കിൽ, മുകളിലൊന്നും കിട്ടില്ല, എന്തെങ്കിലും വേണമെങ്കിൽ പുറത്ത് കടകളുണ്ട്, അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വരണം. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ വെള്ളം 2 കുപ്പി ഞാൻ എടുത്തിട്ടുണ്ട്.
അയ്യോ susam. I am permanently love with you. എല്ലാരും എഴുതുന്നു, എന്നാ പിന്നെ ഞാനും എഴുതാം. ഓ സോറി ഗൈസ്, ഈ കല്ല് വെച്ച് എഴുതാൻ പറ്റില്ല. ഇത് കാണുമ്പോൾ പെട്ടെന്ന് മഞ്ഞമ്മൽ ബോയ്സിൽ കണ്ട ഗുണ കേവിൻ്റെ ഒക്കെ ഒരു ഇത് തോന്നി. മധുഗിരിനെ പറ്റി ഞാൻ പറഞ്ഞില്ലല്ലോ. മധുഗിരി ഈ ഒരു ട്രക്കിംഗ് സ്ഥലം എന്ന് പറയുന്നത് ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഒറ്റക്കുന്നാന്നാണ് പറയുന്നത്. മോണോലിത്തിക് ഹില്ലെന്നും അങ്ങനെ എന്ന് പറയുന്നത് ഇംഗ്ലീഷ്. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ഗൂഗിൾ നോക്കിയിട്ട് പറയാം. ഈ വഴിയാണ് നമുക്ക് പോകാനുള്ളത്. അത്യാവശ്യം നല്ല വർക്കൊക്കെ അവരോട് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ, കൽപ്പണി. പിന്നെ ഇവിടെ കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് എടുക്കാം. ഗൂഗിളിൽ റിവ്യൂലൊക്കെ കണ്ട ഈ ഒരു സ്ഥലം അടിപൊളിയായിരുന്നു. അടുത്ത് തന്നെ വലിയൊരു പാറക്കെട്ടൊക്കെ ഉണ്ട്. പിന്നെ ഗൂഗിളിൽ കുറേ പേര് റിവ്യൂ ഇട്ടേക്കുന്നത് ഇത് നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് കുറച്ച് നമ്മൾ കയറി കഴിയുമ്പോൾ തോന്നും ഇതാണ് എൻ്റെ, അത് കഴിഞ്ഞായിരിക്കും പിന്നെ അടുത്ത വഴി കാണുന്നത്. അത് കയറി ചെല്ലുമ്പോൾ അവിടെ നമ്മൾ വിചാരിക്കും അതാണ് അവസാനം, പക്ഷേ ആയിരിക്കും പിന്നെയും കയറാനുണ്ടാവും. അതിപ്പോൾ ദൂരെ കാണാൻ പറ്റുമോയെന്ന് അറിയില്ല. അങ്ങോട്ടേക്ക് ഒരുപാട് നമുക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റുമോ എന്നുള്ളതൊന്നും അറിഞ്ഞോളാം കേട്ടോ. ഓ ഇവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ ഇപ്പോൾ ആരും പോവാറില്ലാന്ന് തോന്നുന്നു. ഇടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ പച്ചപ്പ് ഉള്ള സ്ഥലങ്ങളുണ്ട്. ഇടയ്ക്ക് നേരത്തെ കാണിച്ച പോലെ ഇങ്ങനെ ഷെൽട്ടറൊക്കെ നമുക്ക് ഇരിക്കാനൊക്കെ പറ്റിയ സ്ഥലങ്ങളുണ്ട്. ചിലത് ഇങ്ങനെ സ്റ്റെപ്പുകളാണ്. പിന്നെ ഞാനിപ്പോൾ ഈ സംസാരിക്കുമ്പോൾ ഇത് ഞാൻ മൈക്ക് വെച്ചോട്ടാണ് സംസാരിക്കണം, പക്ഷേ എന്നാലും കാറ്റടിക്കുന്നത് നല്ല രീതിക്ക് സൗണ്ട് ഉണ്ടാവും. പിന്നെ ഗൂഗിളിൽ കണ്ട കാര്യമാണ് ഇതുപോലെ നമുക്ക് ട്രെയിൻ ഉണ്ടാവും ചില ഏരിയയിൽ, അവിടെ പിടിച്ച് നമുക്ക് കയറാൻ പറ്റും. നല്ല കാറ്റുണ്ട്. ട്രെയിലൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ ഷോയാണ്, ആവശ്യമൊന്നും പറ്റില്ലാന്ന്. അയ്യോ ആവശ്യം വന്നു. നമ്മൾ അത് പിടിച്ച് കയറിയപ്പോൾ കുറച്ചുകൂടി സൗകര്യം ഉണ്ടായിരുന്നു. നമ്മുടെ പിന്നാലെ കയറിയൊരു ഇതുവരെയും കാണാനില്ല. റെസ്റ്റ് എടുക്കുക കേട്ടോ. ഇങ്ങോട്ടേക്ക് വരുന്നവർ പിന്നെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഞാൻ പറഞ്ഞു വെയിലില്ലാത്തപ്പോൾ വരാൻ നോക്കുക. കാരണം വിപത്തിലൊക്കെ കയറാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂപ്പാടടക്കും. പിന്നെ
ഈ സാധനം എടുത്തോ, ഇതോ അല്ലെങ്കിൽ ചെവി അടയ്ക്കാൻ എന്തെങ്കിലും. നല്ല കാറ്റൊക്കെ ഉണ്ട്, ചെവിയിലോട്ടൊന്നും അധികം കാറ്റടിക്കാതെ ശ്രദ്ധിക്കാൻ വളരെ നല്ലൊരു കാര്യമായിരിക്കും. പിന്നെന്താ, പിന്നെ ഫുഡ് ആൻഡ് വാട്ടർ. ഫുഡ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുക്കാം, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആയിട്ട് എന്തെങ്കിലും എടുക്കാം. വെള്ളം അത്യാവശ്യമായിരിക്കും, കാരണം എന്തായാലും അണപ്പുണ്ടാവും, വെള്ളം കുടിക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഗൂഗിളിൽ പറഞ്ഞു കേട്ടൊരു സ്ഥലമാണിത്. അതായത് കുത്തനെ ഒരു സ്റ്റീപ്പ് നമ്മൾ കയറിപ്പോകണം. ഇതും ഈ പറഞ്ഞ പോലെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കയറിപ്പോകേണ്ടി വരും. ഇതൊന്നും ഓടിക്കയറാതിരിക്കാൻ ശ്രമിക്കുക, കാരണം പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ, ഇവിടെയല്ല കുന്നും മലയൊക്കെ നമ്മൾ ഓടിച്ചടിക്കയറാനൊക്കെ ശ്രമിക്കുന്നവർ അങ്ങനെ വീഴാൻ സാധ്യതയൊക്കെ ഉണ്ട്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മാക്സിമം റിസ്ക് ഒന്നും അധികം എടുക്കാതെ തിരിച്ച് നമുക്ക് വീട്ടിലെത്തണ്ടേ. അപ്പോൾ ഇനി ഇത് കയറിയിട്ടെടുത്ത് സംസാരിക്കാം. വീഡിയോയിൽ കാണാത്തതാണ് കോട, നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഈ കുത്തനെ കയറിയതിൻ്റെ കിതപ്പ്. ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർ എൻ്റെ അഭിപ്രായത്തിൽ എന്തായാലും കയറേണ്ട ഒരു സ്ഥലമാണിത്. ഇങ്ങോട്ടേക്കുള്ള റൂട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു വില്ലേജ് ഏരിയ ആണ്. കുറേ ഒറ്റപ്പെട്ട റോഡുകളുണ്ട്, വീതിയൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് 100 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അതിനകത്തൊരു 70 കിലോമീറ്റർ നല്ല വീതിയുള്ള റോഡാണ്. ആദ്യം 6 ലൈൻ പാതയായിരുന്നു, പിന്നെ 4 ലൈനായി, പിന്നെ 2 ലൈനായി, അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നിരുന്നാൽ പോലും നല്ല റോഡായിരുന്നു. പിന്നെ അങ്ങോട്ട് വീതിയൊക്കെ കുറഞ്ഞു, ചിലയിടത്ത് ഇങ്ങനെ കുണ്ടും കുഴിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കൂടുതലും ഇങ്ങനെ ചിലയിടത്ത് ഇങ്ങനെ കാട് പോലെ പ്രദേശമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ രാത്രി ആയതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഫുൾ കുറ്റാക്കൂരി ഇട്ട് സ്ട്രീറ്റ് ലൈറ്റ് അധികം ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ശ്രദ്ധിക്കാൻ. എന്നാലും ബൈക്ക് റൈഡേഴ്സിനൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. കാറാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ചില ഭാഗത്ത് ഇങ്ങനെ വീതി കുറഞ്ഞ റോഡൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, എന്നാലും കുഴപ്പമൊന്നുമില്ല. കണ്ടോ മഞ്ഞ്, കോട കണ്ടോ. നമ്മൾ വന്ന വഴി ഈ ഹാൻഡിൽ ആക്ച്വലി നല്ലതാട്ടോ, നമ്മൾ പിടിച്ച് കയറാൻ നല്ല രീതിക്ക് യൂസ് ഉണ്ട്. ഇരിക്കാനായിട്ട് ഇതുപോലെ കുറേ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം കുഴപ്പമില്ല. ആക്ച്വലി ഇവിടെ നിന്ന് ഇനിയും ടോപ്പ് ഉണ്ട്, മഞ്ഞ് കാരണം കാണാൻ പറ്റാത്തതാണ്. നമ്മൾ കയറി വന്ന വഴി പോലും കാണാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ കോട. ഈ ഒരു ഭാഗത്ത് ഞാൻ മൈക്കിൽ തന്നെ റെക്കോർഡ് ചെയ്തതാണ്, പക്ഷേ കാറ്റ് കാരണം ഒന്നും അത് ക്ലിയർ ആയിട്ടില്ല. ഈ മധുഗിരി എന്ന് പറയുന്നത് 2582 അടി മുകളിലാണ്, അതായത് ഏകദേശം 3/4 കിലോമീറ്റർ മുകളിലായിട്ടാണ് എന്നാണ് ഗൂഗിൾ അമ്മായി പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒറ്റ മലയാണ്, സെക്കൻഡ് ലാർജസ്റ്റ് മോണോലിത്തിക് ഹിൽ ഇൻ ഏഷ്യ. അങ്ങനെയാണ് ഈ മധുഗിരി ഫോർട്ട് അറിയപ്പെടുന്നത്. ഗൂഗിളിൽ തന്നെ ചില സൈറ്റിനകത്തൊക്കെ പറയുന്നത് 3930 അടി മുകളിലാണ്, അതായത് ഓൾമോസ്റ്റ് 4000 അടി മുകളിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഏതാ ശരിയെന്ന് അറിയില്ല, പക്ഷേ എനിക്ക് തോന്നിയത് ഈ പറഞ്ഞ പോലെ 3000-നടുത്ത് ഉണ്ടെന്നാണ് മനസ്സിലായത്. ഒരു അടിപൊളി സെക്ഷനായിരുന്നു ഇപ്പോൾ ഈ കടന്നു വന്നത്. ഇതാണ് അവസ്ഥ. സൂം ചെയ്ത് കഴിഞ്ഞാൽ സൂം ചെയ്യാൻ പറ്റണ. അതെ, ഇതിലെയാണ് സത്യം പറഞ്ഞാൽ നടന്നു വന്നത്. ആദ്യം വിചാരിച്ചു താഴെ നോക്കിയപ്പോൾ കയറാൻ പറ്റാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ആ ഗ്രില്ലുള്ളത് കാരണം നമുക്കൊന്ന് പിടിച്ച് കയറാൻ പറ്റും. അവിടുന്ന് പിന്നെ ഈ ഒരു സൈഡിൽ മതിലാണ്, മതിൽ പിടിച്ച് കയറി ഇതിൽ കയറാം.
ഇതാണോ ടോപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അടുത്ത പറ്റിക്കലാവാനാണ് സാധ്യത. ഇതിപ്പോൾ 4-മത്തെയോ 5-മത്തെയോ എൻഡാണെന്ന് വിചാരിക്കുന്ന സിറ്റുവേഷനാണ് ഉണ്ടായത്. കുത്തനെ കയറി ചെല്ലും, മുകളിൽ ചെല്ലുമ്പോൾ അതല്ല ടോപ്പ്, പിന്നെയും കയറാനുണ്ടാവും. കണ്ടിട്ട് ഇനിയും ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ വന്ന വഴിയാണ് ഈ കാണുന്നത്, ഫുൾ കോട. വീണ്ടും നമ്മൾ പറ്റിക്കപ്പെട്ടു. ഇത് കയറി വന്നു കഴിഞ്ഞപ്പോൾ പിന്നെയും കയറാനുണ്ട്. ഇവിടെയും മൈക്കിൽ കാറ്റ് കാരണം സൗണ്ടായിരുന്നു. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചത് ഇവിടെ വെച്ച് ഞാൻ എൻ്റെ ട്രക്കിംഗ് നിർത്തുകയാണ്. കാരണം ആ മുകളിൽ കാണുന്നതാണ് നമ്മളുടെ ടോപ്പ്. അതായത് ഒരു 10-15 മിനിറ്റ് കൂടി നടക്കാനുള്ളൂ. പക്ഷേ കാറ്റും മഞ്ഞും കാരണം ഒരു രക്ഷയില്ല. കാലാവസ്ഥ വളരെ എന്താ നമുക്ക് പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. കുറച്ചുകൂടെ കഴിഞ്ഞായിരുന്നെങ്കിൽ കോടയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ കയറാൻ കുറച്ചുകൂടെ സുഖം ഉണ്ടായേനെ. ഇത് കാറ്റും കുറഞ്ഞേനെ. പക്ഷെ ഇത് ഭയങ്കര കാറ്റ്, ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ തള്ളി മാറ്റുന്ന ടൈപ്പ് കാറ്റായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇനി അങ്ങോട്ട് ഞാൻ അതിൻ്റെ പകുതിയോളം വരെ പോയി. പിന്നെ അങ്ങോട്ട് കണ്ടോ, അത് ഭയങ്കര കാറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് കാറ്റ്. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോയി, അതാണെങ്കിൽ മറ്റേ പിടിച്ചു നടക്കാനുള്ള ഹാൻഡ് ഗ്രില്ലും ഇല്ല. ഈ സ്റ്റെപ്പ് ഇപ്പുറത്ത് തന്നെ നമ്മൾ കയറി ഇറങ്ങി. സ്റ്റെപ്പല്ല ആക്ച്വലി, ചെറിയൊരു കട്ടിങ്, അപ്പം അതിലേ പോയി വരികയും ചെയ്യണ്ടേ. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒക്കെ ഒരു കാലാവസ്ഥയാകുമ്പോൾ എങ്ങാനും വല്ല മഴയോ എങ്ങാനും പെയ്ത് കഴിഞ്ഞാൽ പാറ നനഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങാൻ നേരത്ത് നല്ല പാടായിരിക്കും. അപ്പം അത് കാരണം നമ്മുടെ മധുഗിരി ട്രെക്കിംഗ് ഞാൻ കംപ്ലീറ്റ് ചെയ്യാനില്ല. ഇതൊന്നൊരു ഇച്ചിരിയും കൂടി ഉള്ളൂ, കാരണം അതിനും മാത്രം കയറിയിട്ടുണ്ട്. പക്ഷേ ഇനി ഏറ്റവും ടോപ്പ് സത്യം പറഞ്ഞാൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ കാലാവസ്ഥ നമുക്ക് പ്രതികൂലമാണ്. അതുകൊണ്ട് ഏറ്റവും ടോപ്പിലോട്ട് എത്തുന്നില്ല. തൽക്കാലം കുറച്ചുകൂടെ ഞാൻ താഴോട്ട് ഇറങ്ങിയിട്ട് ഞാനൊരു വ്യൂ പോയിന്റിൽ നിൽക്കുകയാണ്. ഞാൻ ഈ ഫുൾ മധുഗിരി വില്ലേജ് കാണാമെന്ന് വിചാരിച്ചാണ് നോക്കിയത്. ഇതാണ് താഴെ കാണുന്നത്. താഴേന്ന് ആൾക്കാരുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അടുത്ത സെറ്റ് ആൾക്കാർ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു വസ്തു പോലും കാണാൻ പറ്റാത്ത രീതിയിൽ അത്രയ്ക്കും കോടയാണ്. കണ്ടോ, ഇതൊക്കെ നമ്മൾ ആക്ച്വലി കയറി വന്ന വഴിയാണ്. പക്ഷെ ഭയങ്കര രീതിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ട്രിപ്പ് ഞാൻ ഫുള്ള് ആക്കാത്തത്. പിന്നെ എനിക്ക് പണ്ടേ ഉള്ളൊരു സ്വഭാവമാണ്, നമ്മൾ ഒരു സോളോ ട്രിപ്പ് ഞാൻ കംപ്ലീറ്റ് ആക്കാറില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ആദ്യമായിട്ട് പൊന്മുടി പോയപ്പോൾ ഫുള്ള് ഇതേപോലെ കയറിയില്ല. അത് നല്ല കാലാവസ്ഥയായിരുന്നു, കയറാനൊക്കെ പറ്റിയ സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ കുറച്ച് വന്നപ്പോഴേക്കും നമ്മൾ ഒരു യൂ ടേൺ എടുത്ത് തിരിച്ചു വന്നു. അതുപോലെ തന്നെ ധനുഷ്കോടി പോയപ്പോഴും നമ്മൾ ഫുൾ ഭാഗമൊന്നും കറങ്ങാനൊന്നും നിന്നില്ല. അപ്പോൾ എല്ലാ സമയത്തും ഞാൻ ഇങ്ങനെ സോളോ ഒക്കെ പോകുമ്പോൾ എപ്പോഴും അങ്ങനെയാണ്. ഇപ്പം മൂന്നാർ പോകുമ്പോഴാണെങ്കിലും എപ്പോഴും ഒരു സാധനം 100% ഞാൻ കംപ്ലീറ്റ് ആക്കാറില്ല. കാരണം അപ്പോഴാണ് നമുക്ക് അടുത്ത സമയം ആ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് തോന്നുന്നത്. നമ്മൾ ഫുൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിഞ്ഞു പോകും. അപ്പം അതുകൊണ്ട് ഒന്നും അങ്ങനെ കംപ്ലീറ്റ് ആക്കാറില്ല. ഓൾമോസ്റ്റ് ഒരു 90% ഒക്കെ നമ്മൾ കറങ്ങിയിട്ട് തിരിച്ചു വരും. അതങ്ങനത്തെ ഒരു പണ്ടേ ഉള്ള ഒരു ശീലമാണ്. ആ ശീലം ഞാൻ ഇത് പക്ഷേ ആഗ്രഹം ഉണ്ടായിരുന്നു ഫുള്ള് കയറിയാൽ കൊള്ളാമെന്ന്. പക്ഷേ ഇപ്പം ആ ശീലം പിന്നെ തുടങ്ങേണ്ടിയിരിക്കുന്നു. കാലാവസ്ഥ നല്ല രീതിക്ക് മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ഇനി വെറുതെ റിസ്ക് എടുക്കണ്ട. കാരണം ഒറ്റയ്ക്ക് വന്ന് ഒറ്റക്കാവാൻ പോവാണ്. അപ്പം നമ്മൾ വെറുതെ സെൽഫ് റിസ്ക് എടുത്ത് ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അത് കാരണം സേഫ് ആയിട്ടുള്ള സോണിൽ തന്നെ നിന്നുകൊണ്ട് നമ്മുടെ വ്ളോഗ് ഇവിടെ ട്രക്കിങ് അവസാനിപ്പിക്കുകയാണ്. ഇനി താഴോട്ട് ഇറങ്ങുന്ന സിറ്റുവേഷൻ എങ്ങനെയൊക്കെ നോക്കട്ടെ. എന്നിട്ട് അടുത്ത സെറ്റ് വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം. താഴെ പാർക്കിങ്ങിൻ്റെ അവിടെ ചെന്നിട്ട് തിരിച്ച് വീട്ടിലോട്ടുള്ള യാത്രയുടെ ചെറിയ വീഡിയോ ഒക്കെ എടുക്കാം. അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ മധുഗിരി ടോപ്പിലെ വ്യൂസ്. ഫുൾ കോടയാണ്. വരുന്നവർ എപ്പോഴും ശ്രദ്ധിക്കുക. ഇതേപോലെ എന്തെങ്കിലും ചെവി അടയ്ക്കാനുള്ള ഒരു സെറ്റപ്പ് എന്തായാലും വേണം. നല്ല രീതിക്ക് കാറ്റുണ്ട്. അത് ശ്രദ്ധിച്ച് തന്നെയാണ് ഞാൻ ഈ സാധനം എടുത്തതും. പിന്നെ വെയിലുള്ള സമയത്ത് വരാതിരിക്കുക. ഏറ്റവും പറ്റിയ ടൈം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഒരു വിൻ്റർ സീസണാണ്. അതാകുമ്പോൾ നല്ല മഞ്ഞും അത്യാവശ്യം നല്ല രീതിക്ക് ഒരു ആംബിയൻസ് ഒക്കെ ഉണ്ട്. അപ്പം അടിച്ചു പൊളിക്കുക.
ആപ്പിളൊക്കെ കൊണ്ടുവന്ന ഇറങ്ങാൻ നേരത്ത് കണ്ട ഒരു കാഴ്ചയാണിത്. ഒരു പട്ടി ട്രക്ക് ചെയ്ത് കയറി വരുന്നുണ്ട്. ആൾ നല്ല സൂപ്പറായിട്ട് കയറി ഇങ്ങോട്ട് ഇത്രയും ദൂരം പോകുന്നു എന്നുള്ളത് തന്നെ അത്ഭുതമാണ്. പട്ടിക്ക് ഫിസിക്സ് അറിയാൻ തോന്നുന്നു. നമ്മൾ കയറ്റം കയറുമ്പോൾ ഫ്രണ്ടിലോട്ട് ചാഞ്ഞ് കയറണം, ഇറക്കം ഇറങ്ങുമ്പോൾ ബാക്കോട്ട് ചാഞ്ഞിറങ്ങണം. ആ പരിപാടി നമ്മൾ മനുഷ്യർ ചെയ്ത് കാണാറുണ്ട്. ഇവിടെ അതേ പട്ടിയും അത് ചെയ്യുന്നത് കാണാൻ പറ്റി. പിന്നെ ആ ദൂരമൊക്കെ ഉണ്ടോ, നമ്മൾ നേരത്തെ കയറിപ്പോയ വഴികളാണ് ഫുൾ കോട കാരണം ഇങ്ങനെ നിൽക്കുന്നത്. ഇത് നമ്മുടെ സൂര്യൻ ചേട്ടൻ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പയ്യെ വെയിലൊക്കെ ആവും. അപ്പോൾ അതാണ് ഗൂഗിളിൽ എല്ലാവരും പറയണേ, വെയിലുള്ള സമയത്ത് പോകരുതെന്ന്. കാരണം നല്ല ചൂടായിരിക്കും എന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നു കറക്റ്റ് സമയത്ത് തന്നെയാണ് ഞാൻ ഇറങ്ങിയത്. കാരണം അല്ലെങ്കിൽ പിന്നെ തിരിച്ചു വരുമ്പോൾ നല്ല വെയിൽ കൊള്ളേണ്ടി വന്നേനെ. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് പറയാൻ കാരണം, ഞാൻ ഇറങ്ങി താഴെ എത്തിയപ്പോൾ പിന്നെയും അടുത്ത സെറ്റ് ആൾക്കാർ കയറി പോകുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ എന്തായാലും വെയിലും അതിൻ്റെ ചൂടൊക്കെ അനുഭവിക്കേണ്ടി വരും. ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെയും ഇത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ വെച്ച് കണ്ട ഒരു സ്വിഫ്റ്റിൻ്റെ ഒരു ടീം ഉണ്ടായിരുന്നല്ലോ, അവരെ വഴിയിൽ വെച്ച് കണ്ടു. പിന്നെ അതിനുശേഷം ഒരു വലിയൊരു ഗ്രൂപ്പ്, ഒരു 10-12 പേരുടെ ഒരു വലിയൊരു ഗ്രൂപ്പും പിന്നാലെ കയറി പോകുന്നുണ്ടായിരുന്നു. അവരൊക്കെ ഇട്ട് സംസാരിച്ചു. അവരിങ്ങനെ സംസാരം എന്ന് പറഞ്ഞാൽ ഈ ട്രക്കിങ്ങിനെ പറ്റിയൊക്കെ തന്നെ ജസ്റ്റ് നമ്മളെ സ്റ്റെപ്പിൻ്റെ അവിടെയൊക്കെ വെച്ചിട്ട് സംസാരിച്ചാണ്. അവര് ഇങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു, ഏറ്റവും ടോപ്പ് വരെ പോയോ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞ് കുറച്ചങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഈ ഹാൻഡ് ഗ്രില്ലൊന്നുമില്ല. അവിടെ ഒരു ഇച്ചിരി റിസ്ക് ഉണ്ട്, നല്ല രീതിക്ക് കാറ്റുണ്ട്, ഭയങ്കര കോടയാണ്. അത് കാരണം ഒന്ന് ശ്രദ്ധിച്ച് നടന്നാൽ മതി. അപ്പോഴേക്കും പുള്ളിക്കാരത്തി അവർ കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പുള്ളിക്കാരത്തി അയ്യോ എനിക്ക് പേടിയാവണമെന്ന് മീൻസ് ഇങ്ങനെ ഇംഗ്ലീഷിൽ ഇങ്ങനെ കാർ പൊളിക്കണ്ടെന്ന് പറഞ്ഞില്ല. പേടിക്കാനില്ല, ഹാൻഡ് ഗ്രില്ലും ചവിട്ടണ സ്റ്റെപ്പും കൂടി കണ്ടായിരുന്നു. വേറെ പ്രശ്നമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അതെ, ബാക്കിലെ സൗണ്ട് ഒക്കെ ഉണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ രണ്ടാമത്തെ ടീം. ഇപ്പോഴാണ് സത്യം പറഞ്ഞൊരു വ്യൂ നമുക്ക് കിട്ടിയത്. ഇത്ര നേരം ഫുൾ കോടയൊക്കെ ആയതുകൊണ്ടൊന്നും കാണാൻ പറ്റണ്ടായിരുന്നില്ല. ഫോണിൽ ചിലപ്പോൾ ക്ലാരിറ്റിയുടെ കുറവുണ്ടാവും, എന്നാലും സംഭവം നേരിട്ട് കാണാൻ അടിപൊളിയാണ്. ദേ സൂര്യൻ വന്നു തുടങ്ങി, ചെറിയ ചൂടൊക്കെ അടിച്ച് തുടങ്ങണു. ഞാൻ പക്ഷേ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ വരുന്ന വഴി കണ്ടതാണ്, ഒരു ചെറിയ അമ്പലം സെറ്റപ്പ്. ഈ ഒരു ഭാഗത്ത് നിറച്ച് നല്ല പുല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫുൾ നല്ല വൈബാണ്. നമ്മൾ കയറി പോകാൻ നേരത്ത് കണ്ട ആ കോളം സെറ്റപ്പാണിത്. അവിടെയൊക്കെ ടോപ്പിലോട്ട് നമുക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് ടോപ്പ് പോകാൻ പറ്റുമോ അറിയില്ല, നോക്കാം. അവിടെ ആടൊക്കെ ഉണ്ട് കേട്ടോ. ആ പട്ടിയൊക്കെ എന്തിനാണാവോ ഈ ട്രക്കിങ്ങിന് വന്നത്? ഫുഡൊക്കെ കിട്ടുന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും. ആ കാണുന്നതാണ് നമ്മളുടെ ഹില്ലിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിൻ്റ്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 90-95% വരെ കയറുന്ന, ഒരു ഇച്ചിരി കൂടി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണെങ്കിൽ ചിലപ്പോൾ കയറാൻ പറ്റിയതിനെ കോടയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അവിടെ ആൾക്കാർ കുറച്ച് പൊക്കത്തിരുന്ന് സംസാരിക്കുന്ന നമുക്ക് ഇവിടം വരെ കേൾക്കാൻ പറ്റുന്നുണ്ട്. അത് ആ ഒരു പോയിൻ്റ് വരെ നമ്മൾ പോയതാണ്. പിന്നെ ഇവിടെ തന്നെ ഒരു ചേട്ടൻ, എനിക്ക് തോന്നുന്നു ആടിനെ മേയിച്ച് വന്ന ആളായിരിക്കും, അവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കാനുണ്ടായി. ഞാൻ ഇറങ്ങിപ്പോകുന്ന നേരത്ത് പുള്ളി എന്തോ പുസ്തകമൊക്കെ വെച്ചിട്ട് പ്രാർത്ഥിക്കണം എന്തൊക്കെയോ കണ്ടു. നമുക്കിനി ഈ ഒരു വഴി ഒന്ന് പോയി നോക്കാം. പിന്നെ വേറൊരു സ്റ്റെപ്പിലോട്ട് എത്തും. അപ്പോൾ ഇതിൻ്റെ ടോപ്പിലോട്ട് കയറാനുള്ള സെറ്റപ്പ് ആയിരിക്കും. നമുക്കിവിടെ ഒരു വ്യൂ ഉണ്ട്. അറേ വാ, ഹായ്. ഇത് ആക്ച്വലി ഫോണിൽ എനിക്ക് സത്യം പറഞ്ഞ ആ ഒരു ഭംഗി കിട്ടുന്നുണ്ടോയെന്നറിയില്ല. നേരിട്ട് കാണാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പുറത്ത് വേറൊരു മലയൊക്കെ കാണുന്നുണ്ട്.
കയറി വന്നു കഴിഞ്ഞപ്പോൾ നമ്മളത് ഇവിടെയാണ് എത്തിയേക്കണേ. ഇതൊക്കെയായിരിക്കും നമ്മൾ ഹിസ്റ്ററി ഓഫ് ബാംഗ്ലൂരിൽ കേട്ട് വളർന്ന വാച്ച് ടവേഴ്സൊക്കെ. ഇതേപോലത്തെ കോട്ടയാണ്. ഇവിടെ നിന്ന് ഈ പട്ടണം മുഴുവൻ കാണാം. ഫോൺ നമ്മളുടെ ട്രൈപോഡ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് പോസൊക്കെ ചെയ്തതാണ്. പക്ഷേ പിന്നീട് നോക്കിയപ്പോഴാണ് കണ്ടത് എൻ്റെ തല ഇതിനകത്തില്ല എന്നുള്ളത്. സെയിം ബോൾട്ടിൻ്റെ പോസൊക്കെ പരീക്ഷിക്കാൻ പോയതാണ്, പറ്റിയില്ല. സംഭവം കൊള്ളാം. ഞാൻ പിന്നെയും പറയുന്നു, ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർ ഈ ഒരു സ്ഥലം ഒരു മസ്റ്റ് വിസിറ്റ് സ്പോട്ടായിട്ട് തന്നെ എടുക്കുക. പിന്നെ നിങ്ങൾക്ക് വ്യൂ, ഇപ്പോൾ ഇവിടെ നിന്ന് ഈ സിറ്റി വ്യൂ ഒക്കെ കാണണമെങ്കിൽ കോട സത്യം പറഞ്ഞ് ഇല്ലാത്ത സമയത്ത് വന്നാലേ കാണാൻ പറ്റുള്ളൂ. കാരണം ഞാൻ ഈ വഴിയൊക്കെ കയറി പോയപ്പോൾ ഇവിടെ ഫുൾ വൈറ്റ് ആയിട്ട് ഇരുന്നേച്ചേ. പക്ഷെ എനിക്ക് എല്ലാം കാണാം. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ടോപ്പിൽ ഏറ്റവും ടോപ്പ് വരെ നമ്മൾ എത്തിയില്ല. ഏറ്റവും ടോപ്പിലും ആ ഒരു ഷേപ്പ് കണ്ടിട്ട് ഇതുപോലത്തെ ഒരു സ്ഥലമാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല അടിപൊളി വ്യൂ കിട്ടേണ്ടതാണ് ഏറ്റവും ടോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ. അതിന്റെ തൊട്ടടുത്ത് വെച്ചാണ് നമ്മൾ താഴോട്ട് ഇറങ്ങിയത്. ദൂരെയുള്ള റോഡിൽ ബസ് ഫോൺ അടിക്കുന്നൊക്കെ നമുക്ക് ഇവിടം വരെ കേൾക്കാം. കിടിലൻ സ്പോട്ട് സത്യം പറഞ്ഞു. നമ്മൾ നേരത്തെ എൻ്റെ ടീംസൊക്കെ കയറി പോണുണ്ടോ. എൻ്റെ ഏറ്റവും മുകളിൽ ഇതുപോലത്തെ ഒരു ഷേപ്പ് തന്നെയുണ്ടോ. അതാണ് ടോപ്പ് മോസ്റ്റ് പോയിന്റ്. നമ്മൾ അതിൻ്റെ തൊട്ടടുത്തുനിന്നാണ് ഇറങ്ങിയത്. കാരണം ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ കയറിയിരുന്നെങ്കിൽ ഒന്നും കാണില്ല, കാരണം ഫുൾ വൈറ്റ് ആയിട്ട് ഇരുന്നേച്ച്. അപ്പോൾ മറക്കേണ്ട സ്ഥലം മധുഗിരി ട്രക്കിംഗ്. ഈ സ്ഥലം എനിക്ക് പറഞ്ഞു തന്നത് അരുളാണ്. അരുള് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒപ്പം പോയൊരു സ്ഥലമായിരുന്നു. ഞാൻ ആദ്യം നന്ദി ഹിൽസ് പോയാലെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നന്ദി ഹിൽസ് പക്ഷേ വീക്കെൻഡ് എപ്പോഴും തിരക്കായിരിക്കും. അപ്പോൾ അരുളിനോട് ചോദിച്ചപ്പോഴാണ് അരുൾ പക്ഷേ നന്ദി ഹിൽസ് പോയെന്ന് വിചാരിച്ച് ഞാൻ ചോദിച്ചത്. പക്ഷേ അവൻ പോയത് നന്ദി ഹിൽസ് ആയിരുന്നില്ല, ഈ മധുഗിരി ആയിരുന്നു. അവൻ ആക്ച്വലി ഏറ്റവും ടോപ്പിൽ ചെന്നിട്ട് അവിടെ കിടന്ന് ഉറങ്ങി എന്നൊക്കെയാണ് പറഞ്ഞത്. നമ്മൾ അതിനൊന്നും നിന്നില്ല, കാരണം സോളോ ആകുമ്പോൾ അറിയാമല്ലോ, വെറുതെ കുറച്ചൊക്കെ ഒന്ന് കറങ്ങിയടിച്ച് എല്ലാ കാഴ്ചകളൊക്കെ കണ്ട്. റൈഡാണ് നമുക്ക് മെയിൻ, ട്രക്കിംഗ് സെക്കൻഡറി ആയിരുന്നു. റൈഡ് ആക്ച്വലി നല്ലതായിരുന്നു. പിന്നെ വ്യൂ സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല, ഫുൾ ഇരുട്ടായിരുന്നു. എന്നാലും ആ ഒരു മഞ്ഞിൻ്റെ ഒക്കെ ഉള്ളിൽ കൂടെ നല്ല തണുത്ത് തറച്ച് ഓടിച്ച് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. അങ്ങനെയൊക്കെയാണ് നമ്മളുടെ കാഴ്ചകൾ. വെയിൽ വന്നു തുടങ്ങി. കൂടുതൽ വെയിൽ മൂക്കുന്നതിന് മുമ്പ് നമ്മൾ താഴ്ത്തണം. അയ്യോ, ഇവിടെ തന്നെ ആട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങാൻ നേരത്താണ് ഒരു കാഴ്ച കണ്ടത്. ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞ ഓർമ്മയുണ്ടോ, നമ്മളുടെ മഞ്ഞുമൽ ബോയ്സിലെ ഗുണ കേവ് പോലെ ഇരിപ്പുണ്ടെന്ന്. ഈ പുല്ലിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു കുഴി ഉണ്ടെന്ന് ആരെങ്കിലും കണ്ടാൽ പറയൂ. നമ്മൾ കൂടുതൽ അടുത്തോട്ട് പോകണില്ല കേട്ടോ, കാരണം റിസ്ക് എടുക്കണ്ട. അപ്പോൾ അതെ, പിന്നെയും ഇവിടെ നിന്ന് ഇറങ്ങാണ്. അങ്ങനെ നമ്മളുടെ ട്രക്കിംഗ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളതേ പാർക്കിങ്ങിലോട്ട് എത്തി. ഈ വഴിയൊക്കെയാണ് നമ്മൾ നേരത്തെ നടന്നു പോയത്. പുള്ളിരുട്ടായതുകൊണ്ട് ആ സമയത്തൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. വെറുതെ അങ്ങോട്ടേക്കൊക്കെ ഓരോ സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ട്. ഞാൻ ഇറങ്ങി വരുമ്പോൾ ഒരുപാട് പേര് അങ്ങോട്ടേക്ക് കയറി പോകുന്നുണ്ട്. ഇവിടെ പാർക്കിങ്ങിൻ്റെ വണ്ടിയിലൊക്കെ നമുക്ക് കാണാം. സൂര്യനാണെങ്കിൽ ഇപ്പോഴും വെയിൽ വലിയ കാര്യത്തിൽ ഇങ്ങോട്ടേക്ക് പഠിക്കുന്നില്ല കേട്ടോ.
കാരണം ഞാൻ കറക്റ്റ് സമയത്ത് തന്നെയാണ് വന്നത്. അധികം വെയിലൊന്നുമില്ലാതെ നല്ല അടിപൊളിയായിട്ട് ഫുൾ കഴിഞ്ഞിറങ്ങി. ആൾക്കാരുടെ ടീഷർട്ടൊക്കെ ഇട്ട് ഒത്തിരി ടീം ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇതൊരു അമ്പലമുണ്ട് ഇവിടെ. നമ്മുടെ വണ്ടി അവിടെ ഉണ്ട്. ഹെൽമെറ്റ് ഒന്നും ആരും എടുത്തുകൊണ്ട് പോയിട്ടില്ല. ഇവിടെ ഒരുപാട് ബൈക്കുകൾ വന്നിട്ടുണ്ട്, കാറുകളുണ്ട്. അപ്പോൾ അതേ നമ്മൾ വണ്ടിയിലോട്ട് കയറാൻ പോവാണ്. അവിടെയായിരുന്നു നമ്മളുടെ സാറ് ഇരുന്ന് ഗാഡി ഇരുന്ന് വെച്ചത്. നമ്മൾ ടിക്കറ്റ് എൻട്രിയുടെ കാര്യം പറഞ്ഞത്, ടിക്കറ്റ് അല്ല, ആക്ച്വലി ഒരു 50 റുപ്പീസ് അവിടെ കൊടുക്കേണ്ടി വന്നു. എൻട്രി ഫീസ് പോലെയാണ്, ടിക്കറ്റ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ തിരിച്ചുള്ള യാത്ര ഇവിടെ തുടങ്ങുകയാണ്. ഇതാണ് നമ്മുടെ പയ്യൻ. നമ്മൾ ഏകദേശം ഒരു 6:20 ആയപ്പോഴാണ് ഇവിടെ എത്തിയത്. 4:20 അവിടെ നിന്ന് പോന്നു. 6:20 ആയപ്പോൾ ഇവിടെ എത്തി. ഇവിടെ നിന്ന് ഒരു 6:30 ആയപ്പോൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഓൾമോസ്റ്റ് 1 മണിക്കൂർ ട്രക്ക് ചെയ്തു. തിരിച്ചിറങ്ങി. ഇപ്പോൾ 8:50 അത്രയും ലേറ്റ് ആവാൻ കാരണം നമ്മൾ വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്ത് റെസ്റ്റൊക്കെ എടുത്തുകൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് വീട്ടിലോട്ട് തിരിക്കുകയാണ്. ഇവിടുന്ന് 11 മണിയാകുമ്പോൾ എത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ ബൈ.